ആദാം ദൈവത്തിൻ്റെ മകനാണ് അല്ലേ? ആ ദൈവത്തിൻ്റെ മകൻ ഏദൻ തോട്ടത്തിൽ തോറ്റുപോയവനാണ്. എന്നാൽ ദൈവപുത്രനായ യേശുക്രിസ്തു ദൈവത്തിൻ്റെ 10 മക്കളിൽ ഒരുവനല്ല, ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനാണ്. അവൻ ഗെത്സമനെ എന്ന തോട്ടത്തിൽ കയറി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ ജയിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ആദാം എന്ന ദൈവത്തിൻ്റെ മകൻ ഏദൻ എന്ന തോട്ടത്തിൽ തോറ്റുപോയെങ്കിൽ യേശുക്രിസ്തു എന്ന ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ ഗെത്സമനയിൽ കാലുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ അവൻ ജയം പ്രാപിക്കാൻ വേണ്ടിയായിരുന്നു. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഏത് ഭാഷയിൽ പ്രാർത്ഥിച്ചാലും, ഏത് സാഹചര്യത്തിൽ പ്രാർത്ഥിച്ചാലും, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാലും, സന്തോഷത്തോടെ പ്രാർത്ഥിച്ചാലും, ഒരു വിടുതലിനായി പ്രാർത്ഥിച്ചാലും, ഒരു വീണ്ടെടുപ്പിനായി പ്രാർത്ഥിച്ചാലും, പ്രാർത്ഥിച്ചു നിർത്തുന്ന ഒരു നാമമുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ എന്നാണ്. കാരണം ഗെത്സമനയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച, അതെ, വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി പ്രാർത്ഥിച്ച ആ യേശു ഏദൻ തോട്ടത്തിൽ തോറ്റ ആദാമിനെ പോലെയല്ല, അവൻ ഗെത്സമനെ തോട്ടത്തിൽ ജയിക്കുകയായിരുന്നു. എന്തിനു വേണ്ടി? എനിക്ക് വേണ്ടി, അതെ, നിങ്ങൾക്ക് വേണ്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തോറ്റുപോയി എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നെ ചൂണ്ടി പറയുന്നു, നീ തോറ്റവന്റെ കൂട്ടത്തിൽ നിൽക്കുന്നവനല്ല, നീ ജയിച്ചവന്റെ കൂടെ നടക്കുന്നവനാണ്. നീ തോറ്റവന്റെ കൂട്ടത്തിൽ നിൽക്കുന്നവനല്ല, ദൈവത്തിന് സ്തോത്രം, ജയിച്ചവന്റെ കൂടെ നടക്കുന്നവനാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ജയമുണ്ട്. ഐ ബിലീവ് ദ മിറക്കിൾസ് ഓഫ് ഗോഡ്. ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും. എങ്ങനെ ചെയ്യും? ജയിച്ചവന്റെ നാമത്തിൽ ചെയ്യും. എൻ്റെ യേശു തോറ്റവനല്ല. ഏദനിൽ ആദം തോറ്റതുപോലെ തോറ്റുപോയവനല്ല. അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവാണ്.